നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആദ്യം തന്നെ ആശംസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഈ ഒരു മണിക്കൂർ നമുക്ക് മോർണിംഗ് വൈബ്സിനൊപ്പം ഒരുമിച്ച് തുടരാം. ഇന്നത്തെ പ്രധാന വാർത്ത അല്ലെങ്കിൽ ഒരു പ്രധാന വാർത്ത ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ 50 ദിവസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതും. അപ്പോൾ ഇന്നു മുതൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താവും, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് തന്നെ ആയിരിക്കാം ദേശീയ രാഷ്ട്രീയ പ്രത്യേകിച്ച് പ്രധാനമായും ഇന്ന് ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രചാരണ വേദികളിൽ അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ മറുപടി പറയുമോ, എന്താകും അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് MG മിഥുനോട് ചോദിക്കാം. നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സജീവ പ്രചാരണത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുകയാണ്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരുപാട് ഉപാധികൾ സുപ്രീം കോടതി വെച്ചിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയം പറയാൻ അദ്ദേഹത്തിന് വിലക്കില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകളിൽ മാത്രമേ അദ്ദേഹത്തിന് വിലക്കുള്ളൂ. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വേദികളിൽ അദ്ദേഹം എന്ത് സംസാരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും ഇന്ത്യ മുന്നണിക്കും അതോടൊപ്പം AAPക്കും ഒരുപോലെ ഊർജം പകരുന്നതാണ് അദ്ദേഹത്തിന് ലഭിച്ച ജാമ്യം എന്നുള്ളത്. ഡൽഹി, പഞ്ചാബ്, ഹരിയാനയിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറെ ആവേശത്തിലേക്ക് കടക്കും എന്നുള്ളതിൽ സംശയമില്ല, അല്ലേ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടി പുറത്തിറങ്ങുന്നത്. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള 5, 6, 7 ഘട്ട തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം 25-നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഒപ്പം തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയെല്ലാം തന്നെ ആം ആദ്മിക്ക് വലിയ ശക്തി മേഖലയാണ് ആം ആദ്മിയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ് അത് വലിയ ഊർജ്ജം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ ആവേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ കടന്നുവരവിനെ അവർ ആഘോഷമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയും ഈ ഒരു ഏകാധിപതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കോടതി നേരത്തെ തന്നെ ഇടക്കാല ജാമ്യം നൽകാമെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനയൊക്കെ തന്നെ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ നടക്കുകയും ചെയ്യുന്നു. അതായത് ഇത്ര കാലമായി ഏകദേശം 2 വർഷത്തോളമായിട്ടുള്ളൊരു കേസാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ 2 വർഷം ഈ ഒരു സമയം ഈ അന്വേഷണ ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൂഢാലോചനകൾ സംബന്ധിച്ച ഒക്കെ കണ്ടെത്താൻ സമയമെടുത്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരുന്നു ഇടക്കാല ജാമ്യം. ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ക്രിമിനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വലിയ കേസുകൾ പെട്ടിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു കാര്യമാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിക്കൂടെ എന്നുള്ളൊരു കാര്യം അന്ന് ജസ്റ്റിസ് സജീവ് ഖന്ന അടക്കമുള്ള ബെഞ്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ ED അത് ശക്തമായി എതിർക്കുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ അന്ന് തന്നെ മനസ്സിലായിരുന്നു ഒരു പക്ഷേ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്തായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം വാദപ്രതിവാദത്തിനൊടുവിൽ മനു അഭിഷേക് സിംഗ്വി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില കടുത്ത ഉപാധികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആകെ 21 ദിവസം മാത്രമാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ 21 ദിവസം ജൂൺ 1-നാണ് 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. ഇതിനുശേഷം ജൂൺ 2-ന് തിഹാർ ജയിലിലെത്തി കീഴടങ്ങണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിലൊന്നും തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയം സംസാരിക്കാം, പൊതു വേദികളിൽ പോകാം, പൊതു റാലികളിൽ പങ്കെടുക്കാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സജീവമായി പങ്കെടുക്കാം. പക്ഷേ ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരുവിധ കൃത്യനിർവഹണത്തിനും ഏർപ്പെടാൻ സാധിക്കില്ല. ഒരു ഫയലിലോ മറ്റും ഒപ്പിടാൻ സാധിക്കില്ല. കൂടാതെ തന്നെ സെക്രട്ടറിയുടെ പരിസരത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലോ കടന്നു ചെല്ലാൻ പാടില്ല തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിസങ്കീർണമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടി
കൂടി മാത്രമേ ഫയലുകൾ മുന്നോട്ട് പോകാൻ സാധിക്കൂ എങ്കിൽ അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകുന്നത്. കൂടാതെ നേരത്തെ തന്നെ മനോജ് അഭിഷേക് സിംഗ്വി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കാലങ്ങളായി ലഫ്റ്റനന്റ് ഗവർണറുമായും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളും ഒക്കെ ആയി തന്നെ അവിടെ വലിയ രീതിയിൽ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സുപ്രധാനപ്പെട്ട ചില ഫയലുകളുമായി ബന്ധപ്പെട്ട അതിൽ ഭരണനിർവഹണം അല്ലെങ്കിൽ തടസ്സപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലയളവിൽ ലഫ്റ്റനന്റ് ഗവർണർ യാതൊരുവിധ കടുത്ത തീരുമാനങ്ങളിലേക്കും കടക്കരുത് എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ഇത് വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്. ഇന്ന് അദ്ദേഹം മുംബൈയിലേക്ക് എത്തും. മുംബൈയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. അതിനു മുമ്പ് തന്നെ 1 മണിക്ക് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലൊക്കെ നടന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആം ആദ്മിയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം എന്ത് നിലപാടായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുക. ഒപ്പം തന്നെ വരാൻ പോകുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ ഹരിയാനയിലും ജൂൺ 1-നാണ് പഞ്ചാബിൽ നിലവിൽ ആം ആദ്മി വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. ആം ആദ്മി പാർട്ടി തന്നെയാണ് അവിടെ ഭരിക്കുകയും ചെയ്യുന്നത്. ജൂൺ 1-നാണ് അവിടെ അദ്ദേഹം തിരികെ ജയിലിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അവിടെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ വേളയിലെല്ലാം തന്നെ ആം ആദ്മിക്ക് എവിടെയൊക്കെ ഇന്ത്യ രാജ്യത്ത് ശക്തി കേന്ദ്രങ്ങളുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ കൃത്യമായി എത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുകയും ചെയ്യും. അത് സംബന്ധിച്ച ആം ആദ്മി പാർട്ടിക്കും പ്രവർത്തകർക്കും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാവർക്കും തന്നെ വലിയ നേട്ടമായി തന്നെയാണ് ഇത് കാണുകയും ചെയ്യുന്നത്. കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉണ്ടാകുകയും ചെയ്യുന്നത്. ആശ്വാസം എന്നതിനോടൊപ്പം അതിനപ്പുറം വലിയ ഊർജ്ജമാണ് ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും അദ്ദേഹത്തിന്റെ ജാമ്യം അദ്ദേഹം പ്രചരണ വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത് പകർന്നു നൽകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഴിമതിക്കാരൻ എന്നുള്ള മുദ്ര കുത്തി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രചാരണ സമയത്ത് ജയിലിൽ കഴിയുന്നത് സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വാദത്തിനിടെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ല എന്നുള്ള പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ആ ഒരു പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തി തന്നെ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കളങ്കം അത് മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണിക്കും ആം ആദ്മിക്കും സാധിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് ഈ വിഷയം വലിയ തിരിച്ചടി കൂടി ആവുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം അത് നടക്കാതെ പോയി എന്നുകൂടി രാഷ്ട്രീയമായി നമുക്ക് നോക്കിക്കാണാമല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കാമെന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ 3ാം ഘട്ടത്തിലാണ് ഗുജറാത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത്. ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ആം ആദ്മി അവിടെ പ്രധാനപ്പെട്ട ഏരിയയിലൊക്കെ തന്നെ അവിടെ ശക്തി പ്രകടനം കാഴ്ചവെക്കുകയും ഒപ്പം തന്നെ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും തന്നെ അരവിന്ദ് കെജ്രിവാൾ അന്ന് അവിടുത്തെ ജനങ്ങളെ കാണുകയും ഒപ്പം തന്നെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങുന്ന നമ്മൾ അന്ന് ദൃശ്യമാവുകയും ചെയ്തായിരുന്നു. അതൊരു വലിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നും അവിടെ കോൺഗ്രസിന്റെ അഭാവത്തിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരുന്ന ഒരു പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെയായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത്. അവിടെ ആം ആദ്മിയുടെ ഒരു കടന്നുവരവ് അത് കോൺഗ്രസിന് തന്നെ വലിയ ക്ഷീണം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഒപ്പം തന്നെ BJPക്ക് ശക്തമായ ഒരു എതിരാളി എന്ന രീതിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അത് ആം ആദ്മി ആകുന്ന രീതിയിലേക്ക് തന്നെ അവിടെ പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇത്തവണ 25 സീറ്റുകളിൽ 25ഉം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ ക്ലീൻ സ്വീപ്പ് അടിച്ചാണ് അവിടെ ഈ ഒരു വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ഉള്ള ഒരു പോരാട്ടം NDയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ചില സീറ്റുകളിൽ ഒഴിച്ചു നിർത്തിയാൽ അവിടെയെല്ലാം തന്നെ ഉജ്ജ്വല വിജയം കാഴ്ചവെക്കാൻ NDയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു ഗുജറാത്ത്. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം അന്ന് ശക്തമായി ED കോടതിയിൽ വാദിക്കുകയും ഒപ്പം തന്നെ വീണ്ടും ഈ വാദപ്രതിവാദം വീണ്ടും തുടരണം, കേസ് മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം പ്രധാനമായും സോളിസിറ്റർ ജനറൽ തന്നെ ഹാജരായിക്കൊണ്ട് തുഷാർ മേത്ത ഹാജരായിക്കൊണ്ട് തന്നെ അന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഡൽഹി ഹരിയാന അടക്കമുള്ള മേഖലകളിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ അവിടുത്തെ മുഴുവൻ സീറ്റുകളിലും കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും 2014 തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ NDA അല്ലെങ്കിൽ BJP അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നതാണ്. ക്ലീൻ സ്വീപ്പ് അടിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവൻ സീറ്റുകളും നേടുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിൽ ആം ആദ്മി ഇത്തവണ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ
രീതിയിലുള്ള ഒരു ജനവിരുദ്ധ പ്രക്ഷോഭമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആം ആദ്മി പ്രവർത്തകരൊക്കെ തന്നെ പല സമരങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. എന്തായാലും ഇത് ഈ ഒരു അഴിമതി ഉയർത്തിക്കാട്ടിക്കൊണ്ട് എത്രത്തോളം അവിടെ മുൻകാലങ്ങളിലെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് വിജയം സ്വന്തമാക്കാൻ BJPക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കടന്നുവരവ് കൂടി അദ്ദേഹത്തിന്റെ ജയിൽവാസത്തിന് ശേഷം തിരികെ പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ അത് ഇന്ത്യ മുന്നണി സംബന്ധിച്ചും ഒപ്പം തന്നെ ആം ആദ്മിയെ സംബന്ധിച്ചും വലിയ കരുത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹരിയാനയിലും ഡൽഹിയിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ പ്രചാരണത്തിന് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് മുംബൈയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പൊതുപരിപാടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുംബൈയിൽ ഉദ്ധവ് താക്കറെക്കൊപ്പം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ആദ്യ പൊതുസമ്മേളനം കൂടിയാണ് ഇന്ന് മുംബൈയിൽ വെച്ച് നടക്കാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണത്തിന് വേണ്ടിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. കാരണം ഇന്ന് അദ്ദേഹം 1 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ഈ കാലയളവിലും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും NDAക്കെതിരെയും വലിയ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉയരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ കാതോർത്തിരിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകരും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും എല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ UP വലിയ നിർണായകമാവും. ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഇത്തവണ BJPക്ക് അടിപതറും. കൂടാതെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളും ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തവണ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം കനോജിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കടന്നുവരവ് അത് ആം ആദ്മിക്കും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും വലിയ കരുത്ത് തന്നെയാണ് പകരുന്നത്. അതെ, ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജം പകർന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ വേദികളിലേക്ക് എത്തുമ്പോൾ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും മറ്റന്നാൾ ജനവിധി തേടും. MG മിഥുൻ തുടരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. മിഥുൻ, ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പ്രമുഖർ ഏറ്റുമുട്ടുന്ന 4ാം ഘട്ടം, എങ്ങനെയാണ് മുന്നണികളുടെ പ്രതീക്ഷ? ആര്യ, തെക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നും തന്നെയാണ് ആന്ധ്രാപ്രദേശ് ഒപ്പം തന്നെ തെലങ്കാന എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ തന്നെ നരേന്ദ്രമോദി വലിയ രീതിയിൽ പ്രചാരണത്തിന് സജീവമാകുന്ന നമ്മൾ കാണുകയും ചെയ്തതാണ്. പലകുറി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ അദ്ദേഹം പ്രചാരണത്തിനെത്തുന്നത് നമ്മൾ കണ്ടു. ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര ഈ 2 സംസ്ഥാനങ്ങളിലും നമുക്ക് BJPയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്തു. നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെയും ഒപ്പം തന്നെ TDPയുടെയും ഒരു നേർക്കുന്ന പോരാട്ടമാണ്. ഒപ്പം തന്നെ അവിടെ നേരത്തെ മുൻകാലങ്ങളൊക്കെ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ YS ശർമിളയുടെ ഒരു നേതൃത്വത്തിൽ തിരിച്ചുവരവിന് ഉള്ള ഒരു പാതയിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കാനുള്ള ഒരു സാഹചര്യം കൂടി ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് അവിടെ ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ മുഴുവൻ സീറ്റുകളിലും ജഗൻമോഹൻ റെഡ്ഡിക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. TDPക്ക് വലിയ ശക്തി മേഖലയുള്ള പ്രദേശം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ഇത്തവണ TDPക്കൊപ്പം ജനസേനയും ഒപ്പം തന്നെ BJPയും ഈ 3 പാർട്ടികളും സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇവിടെ NDA വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ NDA നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. തെലങ്കാനയിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ്. അവിടെ NDAക്ക് 4 സീറ്റുകൾ സ്വന്തമായിരുന്നു. സമീപകാലത്തെയൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. തിരികെ ഭരണത്തിലേറാൻ കോൺഗ്രസിന് തെലങ്കാനയിൽ സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള 17 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനാവുന്നുള്ള ശുഭപ്രതീക്ഷ ഈ ഇന്ത്യ അലയൻസിനുണ്ട്. അവിടെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രചാരണം തന്നെയായിരുന്നു അവിടെ കാഴ്ചവെക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ തന്നെ അവിടെ സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം തന്നെയാണ് ഈ ഒരു 2 സംസ്ഥാനങ്ങളും എന്നുള്ളത് തന്നെയാണ്. അവിടെ എന്തായാലും ഇരു പാർട്ടികളെ സംബന്ധിച്ചും അവിടെ അവരുടെ ശക്തി പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും BJPയെ ഈ 2 സംസ്ഥാനങ്ങളിലും നിലം തൊടിയിക്കില്ല എന്നൊരു പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുമുണ്ട്. അതൊക്കെ
ബാക്കി ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. എന്തായാലും 4 സീറ്റുകൾ തെലങ്കാനയിൽ കഴിഞ്ഞ തവണ BJPക്ക് സ്വന്തമായിരുന്നു. ഇത്തവണ അത് കൂടുതൽ ഉണ്ടാകും, 2 അക്കത്തിലേക്ക് കടക്കും എന്നുള്ളൊരു പ്രഖ്യാപനം NDAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും വലിയ വാശിയേറിയ പ്രചാരണം ആണ് ഇന്ന് അവസാനിക്കാനിരിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് മത്സരരംഗത്തേക്കുണ്ട്. ഒപ്പം തന്നെ UPയിലും മധ്യപ്രദേശിലും പശ്ചിമബംഗാളിലും ഒക്കെ തന്നെ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കും. 4ാം ഘട്ടത്തിന്റെ മറ്റന്നാൾ ജനവിധി വേണ്ടുന്ന പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അതിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. യൂസഫ് പട്ടാൻ അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സ്പോർട്സ് താരങ്ങളൊക്കെ തന്നെ ഈ തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളൊരു പ്രത്യേകത കൂടി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവിടെ ശക്തിയേറിയുള്ള വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിലടക്കം തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയൊക്കെ തന്നെ ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഇരു മുന്നണികളും തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകിട്ട് 6 മണിയോടുകൂടി ഈ മേഖലകളിലൊക്കെ തന്നെ പരസ്യപ്രചരണം അവസാനിക്കും. 1755ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എന്തായാലും മറ്റന്നാൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ജനവിധി തേടും. ശരി, MJ മിഥുനാണ് ദേശീയ വാർത്തകളുടെ സമഗ്ര ചിത്രം നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സുകളുടെ സർവീസ് റദ്ദാക്കൽ. അത് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർവ്വസ്ഥിതിയിൽ ആകുന്നില്ല. കൊച്ചിയിൽ നിന്ന് പുലർച്ചെ 2:05 ഷാർജയിലേക്കും രാവിലെ 8 ബെഹ്റിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്നുള്ള 2 വിമാനങ്ങളും റദ്ദാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചതാണ്, ഈ സമരം അവസാനിച്ചിട്ടും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആകാത്തതിന്റെ കാരണം എന്താണ്? ഇന്നിപ്പോൾ ഏതൊക്കെ സർവീസുകളാണ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരുടെ സമരം അത് പിൻവലിക്കപ്പെട്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് തന്നെയും സർവീസുകൾ മുഴുവൻ തോതിൽ പ്രാവർത്തികമാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ ദിവസം ആകുമ്പോഴേക്കും എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു ചിത്രം. ഇതിൽ ജീവനക്കാരുടെ ഒരു ഏകീകരണം പൂർണ്ണമായ തോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. കാരണം പല സെക്ടറിലുള്ള ജീവനക്കാരുടെയും ഈ അവധി അപേക്ഷ നൽകിക്കൊണ്ടാണ് അവർ ഈ സമരത്തിൻ്റെ സ്വഭാവമുള്ള ഒരു അവധി അപേക്ഷയിലേക്കാണ് പോയത്. ചിലർ തിരിച്ചെത്തി, പലരും തിരിച്ചെത്താത്തവരുണ്ട്. സ്വാഭാവികമായ അവരൊരു അവധി അപേക്ഷകൾ തന്നെയാണ് അതിൽ നിലനിൽക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇവർ തിരിച്ചെത്തിയിട്ടുമില്ല എന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി. ഇന്നലെയും സർവീസുകൾക്ക് മുടക്കം വന്നു, ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള 2 സർവീസുകൾ റദ്ദ് ചെയ്യപ്പെടും. ദമാം അബുദാബി സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വരുമ്പോൾ ഷാർജ ബഹ്റിൻ സർവീസാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. പുലർച്ചെയുള്ള 2:05 പോകേണ്ടതും അതോടൊപ്പം തന്നെ 8 മണിക്കുണ്ടായിരുന്ന 2 സർവീസുകളാണ് റദ്ദ് ചെയ്തത്. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് കൊച്ചിയിൽ നിന്ന് രാത്രി 8 മണിക്കുള്ള അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടി റദ്ദ് ചെയ്തതായിട്ട് ക്യാൻസൽഡ് എന്ന രീതിയിൽ തന്നെയാണ് അവർ ഷെഡ്യൂൾ വരുമ്പോഴേക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ രീതിയിലേക്ക് അത് സജ്ജമായിട്ടില്ല എന്ന് തന്നെയാണ്. എങ്കിലും ചില സർവീസുകൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ജീവനക്കാർ വരുന്ന ഫ്ലൈറ്റ്സ് ക്യാബിൻ ക്രൂ എത്തുന്നതിന് മുറയ്ക്ക് ചില സർവീസുകൾ ഇതിനെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണ തോതിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സർവീസുകൾ തടസ്സപ്പെടുമെന്ന് മാനേജ്മെൻറ്റ് തന്നെ നേരത്തെ അറിയിക്കുന്നുണ്ട്. എല്ലാ യാത്രക്കാരെയും തന്നെ അവർ സമൂഹ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും എല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ആരും ഇവിടേക്ക് ഈ ഷെഡ്യൂൾ നോക്കിയതിന് ശേഷം മാത്രം വരിക എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇവർക്ക് മറ്റ് തീയതികളിലേക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നുണ്ട്, പോകുവാനായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ പൂർണ്ണമായ രീതിയിലേക്ക് ഈ സർവീസുകൾ ആയിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ആകും, അടുത്ത വർക്കിംഗ് ഡേ മുതലായിരിക്കാം ഒരുപക്ഷെ ആ രീതിയിലേക്ക് പൂർണ്ണ തോതിലേക്ക് സർവീസുകളാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രക്കാരുടെ ദുരിതം അത് ഇതിങ്ങനെ ഓരോ ദിവസവും ഏത് വിമാനം പോകും എന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്തത്
യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അതെ, ഈ റീഷെഡ്യൂൾ ചെയ്യും, റീഫണ്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ അറിയിക്കുന്നുണ്ട്. വിമാനം ക്യാൻസലായ, സർവീസ് ക്യാൻസലായ കാര്യം നേരത്തെ അറിയിക്കുന്നുണ്ട് അധികൃതർ എന്നുണ്ടെങ്കിൽ പോലും ഈ അത്യാവശ്യമായ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യാത്ര ബുക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ UAE യിൽ നിന്നിങ്ങോട്ട് വിസ കാലാവധി കഴിഞ്ഞ ആളുകളുണ്ടാവും, അടിയന്തരമായ ചികിത്സാ ആവശ്യങ്ങൾക്കായി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുണ്ടാവും, അതേപോലെ തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട ആളുകളുണ്ടാകും, അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടവർ. അത്തരത്തിൽ അത്യാവശ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ അനുഭവിക്കുന്ന ദുരിതം അത് വല്ലാത്ത ഒരു മാനസിക സംഘർഷങ്ങളിൽ കൂടി തന്നെ അവർ കടന്നു പോകുന്നു എന്ന് വേണമെങ്കിലും പറയാം. അത്തരത്തിൽ പല പ്രതികരണങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും കാണുന്നുണ്ട്, അല്ലേ ഡാനി? ഇത് തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ്. കാരണം ഇതിൽ ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. റീഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ പോലും അത് ഏത് ദിവസത്തേക്ക് ലഭിക്കും, അന്ന് സമരം മാറുമോ, അത് അത്തരം അനിശ്ചിതത്വങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. വളരെ പെട്ടെന്ന് അവിടേക്ക് തിരിച്ചെത്തേണ്ടത്, കൃത്യമായി സമയബന്ധിതമായി അവിടേക്ക് എത്തേണ്ടവർ, ജോലി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർ, ഇവരെല്ലാവരും മറ്റ് വിമാന കമ്പനികളെ ആശ്രയിച്ചുകൊണ്ട് സഞ്ചാരം ഒരുക്കുമ്പോൾ അതിൽ ഭീമമായ തുകയാണ് അവർക്ക് മുടക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നെല്ലാം പറയുന്നത് ഒരു ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന, തീർത്തും മധ്യവർത്തികളായ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ മലയാളികളെല്ലാം തന്നെ വളരെ കൂടുതലായി ആശ്രയിക്കുന്നത് ഈ ഒരു എയർലൈൻസിൽ തന്നെയാണ്. കാരണം അവരുടെ ഒരു ബജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നാട്ടിലേക്ക് വരാൻ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ട് മടങ്ങുവാനെല്ലാം തന്നെ സാധിക്കുന്ന, വലിയ രീതിയിൽ അവർക്ക് സാമ്പത്തികമായി ബാധ്യതയുണ്ടാക്കാത്ത രീതിയിലുള്ളൊരു സർവീസ് എല്ലാം തന്നെയാണ്. അതായത് സർവീസിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ പരിമിതമായ ഒരു ടിക്കറ്റ് നിരക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സംവിധാനം ഇല്ലാതാകുമ്പോൾ വലിയ രീതിയിലേക്കുള്ളൊരു ആഘാതം അവർക്ക് ഗൾഫ് മേഖലയിലുള്ള മലയാളികൾക്കെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് വലിയ തുക കൊടുത്ത് വളരെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നൊരവസ്ഥ, മറ്റ് കമ്പനികൾ ഇതൊരു ചാകരയായി കാണുന്നൊരവസ്ഥ. നമുക്കറിയാം, ഈ ഒരു വ്യോമഗതാഗത മേഖലയിൽ തന്നെ ഈ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിന് യാതൊരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. കാരണം കഴുത്തറപ്പൻ ചാർജ് എന്ന് പറഞ്ഞ് പലപ്പോഴും എല്ലാവരും തന്നെ ശബ്ദമുയർത്തുന്നതാണ്. ആരും ഇതിനൊരു റെഗുലറൈസ് ചെയ്യാനോ ഇതിൽ ഇടപെടാനോ പോലും അധികാരികൾ തയ്യാറാകാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു മേഖലയ്ക്ക് കുറെ കൂടി ചൂഷണത്തിന് വലിയ സാധ്യതകളുടെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങൾ കടന്നു പോകുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മറ്റുള്ളവർക്കും ഒരു അവസരമാകുന്നു. ഈ യാത്രക്കാർക്കും മറ്റ് നിർവാഹമില്ലാതെ ഇവരെല്ലാം തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. എന്തായാലും സമരം പിൻവലിച്ചു എന്നതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എങ്കിൽ കൂടിയും ഈ 2 ദിവസം പിന്നിടുമ്പോഴും അതിൽ പൂർണ്ണ തോതിലേക്ക് ജീവനക്കാരെ എത്തുന്നില്ല എന്നതാണ്. അച്ചടക്ക നടപടികളടക്കം കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവധിയിൽ പോയ പലരും തന്നെയും ആ അവധി ദിവസങ്ങളിലേക്ക് തന്നെ നീണ്ടുപോകുന്നു. ചിലർ എത്തിയെങ്കിലും മറ്റു പലരും അവധി ദിവസങ്ങളിലേക്ക് തന്നെ തുടർന്നു. അടുത്ത വർക്കിംഗ് ഡേയോടുകൂടി, തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഒരുപക്ഷെ ഇത് പൂർണ്ണമായ തോതിൽ സജ്ജമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ആ രീതിയിലുള്ളൊരു ആശങ്ക 2 ദിവസങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി കടന്നു പോകേണ്ടതുണ്ട്. അതിനിടയിൽ ചില സർവീസുകൾ ഇനിയും റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സമരം അവസാനിച്ചെങ്കിലും യാത്രക്കാരുടെ ദുരിതം അത് അവസാനിക്കുന്നില്ല. സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നില്ല. ഇന്നും നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളേക്ക് ഈ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വടകരയിൽ LDF സ്വീകരിച്ചത് BJP അനുവർത്തിക്കുന്ന നയമെന്ന് മുസ്ലിം ലീഗ്. മോദിയുടെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ പ്രചാരണം LDF ഏറ്റെടുത്തുവെന്ന് PMA സലാം. LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ കാഫിർ എന്ന പ്രചാരണം നടത്തിയത് യൂത്ത് ലീഗാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ലീഗിന്റെ പാരമ്പര്യം അതല്ലെന്നും PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. സത്യത്തിൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് വടകരയിൽ LDF സ്വീകരിച്ചത്. ഒരു സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും നോക്കിയിട്ട്
അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, വോട്ട് നേടാൻ ശ്രമിക്കുക എന്നത് LDF നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ BJP അനുവർത്തിക്കുന്ന ഒരു നയമാണത്. നമുക്കറിയാലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ വിദ്വേഷ വെറുപ്പും വളർന്നതായി. അത് കേരളത്തിൽ ആവർത്തിക്കുന്നത്, ഏറ്റെടുത്തത് LDF ആണ്. വടകരയിൽ ഇത്രത്തോളം വിദ്വേഷമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് LDF ആണ്. സ്ഥാനാർത്ഥിയുടെ മതവും ജാതിയും നോക്കിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ നേട്ടങ്ങളും ജനങ്ങൾക്ക് നൽകിയ ക്ഷേമങ്ങളെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരം BJP ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെടുത്ത് ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വളർത്താനുള്ള ശ്രമമാണ് വടകരയിൽ ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് വ്യാജ ഫേക്ക് സോഷ്യൽ മീഡിയ സംരംഭങ്ങൾ വരെ നടത്തി. അതിനെതിരെ പരാതി കൊടുത്തിട്ട്, UDF പരാതി കൊടുത്തിട്ട് ഇതുവരെ പോലീസിന് അത് അന്വേഷിക്കുകയോ പ്രതികളെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കൃത്രിമങ്ങളും തെറ്റായ പ്രവണതകളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. നമ്മുടെ സൈബർ വിങ് അതിന് വളരെ പ്രശസ്തമാണ്, അവർക്ക് കഴിയുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അത്തരം പരാതി UDFന്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിട്ട് ഇതുവരെ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല? അപ്പോൾ സ്വാഭാവികമായും ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടി കളിക്കുകയും അതിന് ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തൊരവസ്ഥയാണ് വടകരയിൽ കണ്ടത്. കാഫിർ എന്നൊരു പ്രയോഗം എങ്ങനെ വന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് വന്നത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടിൽ പരിശോധിക്കാം. അപ്പോഴാണ് ഞങ്ങൾ സൈബർ വിങ്ങിന് പരാതി കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നല്ലേ അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്നത്. അതെന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നില്ല? അപ്പോൾ വ്യാജ പ്രൊഫൈലും വ്യാജ ഫേക്ക് ഇതുപോലുള്ള സാധനങ്ങളും ഉണ്ടാക്കി ആളുകൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് ഭരണകൂടം തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. ലീഗ് അത്ര പ്രചരണം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും? തീർച്ചയായും അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യമല്ല. മുസ്ലിം ലീഗ് വോട്ടിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വർഗീയതയോ ജാതീയതയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല. അത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതാണ് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യവും പൈതൃകവും. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ എവിടെയും അത്തരമൊരു പ്രവർത്തനത്തിന് മുസ്ലിം ലീഗ് നിന്നതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെയും PMA സലാം വിമർശിക്കുന്നുണ്ട്. പാർട്ടി ചിഹ്നം നിലനിർത്താൻ പാർട്ടി ജീവൻ മരണ പ്രചരണം നടത്തുമ്പോൾ പിണറായി വിജയൻ നാടുവിട്ടു. മോദിക്കെതിരെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിണറായി പ്രചരണം നടത്താതെ മുങ്ങിയതെന്നും PMA സലാം വിമർശിക്കുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബംഗാളിലും ത്രിപുരയിലും പോലും പ്രചരണം നടത്താതെ നാടുവിടുമായിരുന്നു, മുങ്ങിപ്പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പറെ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെങ്കിലും പോയി വോട്ട് ചോദിക്കാനും അണിനിരത്താനും കഴിയേണ്ട പാർട്ടിക്ക് അതിനു പോലും തയ്യാറാകാതെ അദ്ദേഹം നാടുവിട്ടു. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവ് ചെയ്യുന്ന ഒരു കാര്യമാണോ ചെയ്യുന്നത്? ഇദ്ദേഹം BJPക്കെതിരായി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന CPMന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ BJPയെ പിണക്കാൻ പാടില്ല. ഫയലുകളൊക്കെ NIAയുടെ കയ്യിലുണ്ട്, EDയുടെ കയ്യിലുണ്ട്, കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട്, മറ്റെല്ലാ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ, SFIO അടക്കമുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ ഫയലുകളുണ്ട്. അത് ഭയപ്പെട്ട് മോദിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ നാടുവിട്ടു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചിഹ്ന നേതാവ്, ഒരു ചെറിയ നേതാവ് പോലും ചെയ്യുന്ന പണിയാണോ ഇത്? ഇത് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും?
വളരെ പ്രധാനപ്പെട്ട പ്രതികരണം വിമർശനമൊക്കെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. CV അനുമോദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ ആദ്യത്തേതിലേക്ക് വന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിലെ വിവാദങ്ങൾ അത് കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ നിൽക്കുന്നു. വീണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആവേശ പ്രചാരണം നടന്നൊരു മണ്ഡലം കൂടിയാണ് വടകര. അവിടുത്തെ വിവാദങ്ങളും കൊടുമ്പിരി കൊണ്ട് നിന്ന സമയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം. എന്താണ് PMA സലാം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഈ വിവാദവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് വരുന്നത്? ഗുഡ് മോർണിംഗ് ആര്യ. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും BJPയുമായിട്ടുള്ള ബന്ധം. ആദ്യത്തേതിൽ വടകരയിൽ അദ്ദേഹം LDF വിദ്വേഷ പ്രചരണം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ BJP സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ നടത്തുന്ന അതേ പ്രചാരണം ഇവിടെ ഇടതുപക്ഷം നടത്തുകയായിരുന്നു വടകരയിൽ എന്നാണ് പറയുന്നത്. അവിടെയും BJPയുടെ ഒരു ശൈലി കോപ്പിയടിച്ച് വടകരയിൽ LDF നടപ്പാക്കി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ വടകരയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ, അതിൻ്റെ പ്രചരണത്തിലൊക്കെ നമ്മൾ കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രചരണം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. പല വിഷയങ്ങളും അവിടെ വലിയ തോതിൽ തന്നെ ചർച്ചയായി. ഏറ്റവും അവസാനം വിദ്വേഷ പ്രചരണം, കാഫിർ എന്ന ഒരു പ്രയോഗം UDF നടത്തി എന്ന തരത്തിലുള്ള പ്രചാരണം വരെ എത്തി. ആ ഒരു വിഷയത്തിലും ലീഗിൻ്റെ നിലപാട് അദ്ദേഹം തുറന്നു പറയുകയാണ്. ലീഗ് അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. ലീഗ് അങ്ങനെ ഒരു വ്യക്തിയെയും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് പ്രചരണം നടത്തുന്ന ഒരു പാരമ്പര്യമല്ല ലീഗിനുള്ളതെന്നും അത്തരത്തിൽ ഒരു പ്രചരണം നടന്നത് ഏതോ ഒരു വ്യാജ സൈബർ പ്രൊഫൈൽ വഴിയാണെന്നും ഇത് അത്തരത്തിലൊരു വ്യാജ പ്രൊഫൈൽ വഴിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇക്കാര്യം അന്വേഷിക്കുവാൻ പോലീസിന് പരാതി നൽകിയെന്നും പക്ഷേ പോലീസ് അക്കാര്യം അന്വേഷിച്ചില്ല എന്നുമാണ് PMA സലാം പറയുന്നത്. അത് കൃത്യമായിട്ട് LDFന് നേരെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമർശനമുള്ളത്. ഇത് LDFൻ്റെ ഭാഗത്തും ഉണ്ടായ ഒരു പ്രചരണമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത് അന്വേഷിക്കാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ വടകരയിൽ വലിയ വിജയം ഭൂരിപക്ഷം ഷാഫിക്ക് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതും എല്ലാ വിഭാഗക്കാരുടെ വോട്ടുകളും ഷാഫിക്ക് അനുകൂലമായി ലഭിക്കും. കേവലം ഒരു ധ്രുവീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെ മാത്രമോ അല്ല, സർക്കാരിനെതിരായ വികാരം വടകരയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗക്കാരുടെ വോട്ടും കൃത്യമായി ഷാഫിക്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ. രണ്ടാമതായിട്ട് അദ്ദേഹം നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരായ നിശിത വിമർശനമാണ്. അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രിക്കെതിരെ ലീഗ് നേതാവിൻ്റെ ഭാഗത്ത് ഇത്രയും കടുത്ത വിമർശനം ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന് വിദേശയാത്രയാണ് PMA സലാം കടന്നാക്രമിക്കുന്നത്. അതിൻ്റെ കാരണമായി പറയുന്നത് ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലുമൊക്കെ മോദിക്കെതിരെ പറയുവാൻ കഴിയാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ നാടുവിട്ടത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന് വിമർശനമുള്ളത്. അതായത് പാർട്ടി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം AK ബാലനൊക്കെ പിണറായി വിജയൻ്റെ യാത്രയെ ന്യായീകരിക്കുകയും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്രയാണ്, അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇടതുപക്ഷം മത്സരിക്കുന്ന അവർക്ക് മത്സരിക്കാൻ മുമ്പ് ഭരിച്ചിരുന്ന വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോയില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനൊപ്പം പ്രചരണം നടത്തേണ്ടി വരും. അതിലുപരിയായിട്ട് നരേന്ദ്രമോദിയെ BJP വിമർശിക്കേണ്ടി വരും. ഈ രണ്ട് കാര്യങ്ങൾ കഴിയാത്തതുകൊണ്ടാണ് പിണറായി വിജയൻ നാടുവിട്ടിരിക്കുന്നതെന്നും വിമർശനമാണ് PMA സലാം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് കേസുകൾ, അതായത് ഇപ്പോൾ EDയുടെ ആകട്ടെ, കസ്റ്റംസിൻ്റെ ആകട്ടെ, നിരവധി കേസുകൾ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളുടെ കൈവശമുണ്ട്. ഇതൊക്കെ കാരണമാകാം മുഖ്യമന്ത്രി മോദിക്കെതിരെ പറയാതെ നാടുവിട്ടിരിക്കുന്ന എന്നൊരു വിമർശനവും PMA സലാമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്താണെങ്കിലും BJPയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധം തന്നെയാണ് വടകര വിഷയത്തിലാകട്ടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിലാകട്ടെ PMA സലാം മുഖ്യമായിട്ടും വിമർശനത്തിന് ഉന്നയിക്കുന്നത്. വലിയ രാഷ്ട്രീയമായിട്ട് ഏറെ അലയൊലികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരാമർശം. ഈ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ, പ്രതികരണം, വിമർശനം അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ നിശിതമായ അദ്ദേഹം വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ദിവസം തുടർ പ്രതികരണങ്ങൾ അത് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം, അല്ലേ?
തീർച്ചയായും. കാരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം കണ്ടത്. MV ഗോവിന്ദൻ മാസ്റ്റർ ആവട്ടെ, AK ബാലനാവട്ടെ, അവരൊക്കെ മുഖ്യമന്ത്രി പാർട്ടിയോട് ചോദിച്ചിട്ടാണ്, പാർട്ടിയുടെ അനുവാദത്തോടെയാണ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോകാൻ ആരും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവം വരെ 7-6 ദിവസത്തെ ലോക വിശ്വനിർമ്മാണത്തിന് ശേഷം ഒരു ദിവസം വിശ്രമിച്ചു, പിന്നെന്താ മുഖ്യമന്ത്രിക്ക് വിശ്രമിച്ചുകൂടെ എന്ന തരത്തിലാണ് AK ബാലന്റെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. EP ജയരാജനാകട്ടെ ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ മുഴുവൻ പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വലിയ തോതിൽ, അതും PM സലാമിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാക്കളൊക്കെ ന്യായീകരണ തൊഴിലാളികളാവുകയാണ് ഇക്കാര്യത്തിൽ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അഭിമുഖത്തിൽ അതുണ്ട്. അത്തരത്തിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയരുമ്പോൾ അതിനെല്ലാം തന്നെ ഇടതുപക്ഷം പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നിപ്പോൾ PM സലാമിനെതിരെയും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിരോധം അല്ലെങ്കിൽ വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി നാട്ടിലെത്തുന്നത് വരെ UDF ഈ വിഷയം ഉന്നയിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ്, ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നിടങ്ങളിൽ പോലും മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. അതേസമയം ഇടതുപക്ഷത്തിന് മറ്റ് PB അംഗങ്ങളൊക്കെ അവിടെ സജീവ പ്രചരണത്തിലുണ്ട് എന്ന കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു താരതമ്യം. മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോകുന്നില്ല, അതിൻ്റെ കാരണം മോദിക്കെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് PM സലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM BJP ബാന്ധവം എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് തന്നെയുള്ള രൂക്ഷമായ വിമർശനമാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന്, PM സലാമിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അല്പം സിനിമാ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന താരജോഡികളാണ് രാജേഷ് മാധവനും ചിത്ര നായരും. ഒരുപക്ഷെ ഇവരെ ഇങ്ങനെ പറഞ്ഞാലായിരിക്കില്ല പ്രേക്ഷകർക്ക് കൂടുതൽ അറിയുക. ഇരുവരും എന്തായാലും വീണ്ടും ഒന്നിക്കുകയാണ്. സുരേഷ് ഏട്ടനും സുമലതയും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഹൃദയഹാരിയായ പ്രണയ കഥയിലൂടെ അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നു രാജേഷ് മാധവനും ചിത്ര നായരും. ഈ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ സുരേഷ് ഏട്ടനും സുമലതയുമാണ് എന്നോടൊപ്പം ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ഈ ഒരു സിനിമ എന്നാ താൻ കേസുകൂടി കണ്ട ശേഷം പ്രേക്ഷകർ ഏറ്റെടുത്ത 2 കഥാപാത്രങ്ങളാണ്, 2 വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ പലരും ചെല്ലുമ്പോൾ യഥാർത്ഥ പേരായിരിക്കില്ല, സുരേഷ് ഏട്ടനല്ലേ സുമലതയല്ലേ എന്നായിരിക്കും ചോദിക്കുക. അത് കേൾക്കുമ്പോഴേ എന്താണ് തോന്നുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. സുരേഷ് ഏട്ടൻ എന്നുള്ള വിളിയാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ എന്താ, നമ്മളെ കഥാപാത്രങ്ങളുടെ പേരിൽ വിളിക്കുന്ന കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ വിളിച്ചോട്ടെ എന്നുള്ള. ആദ്യത്തെ കഥാപാത്രം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു, പ്രേക്ഷകർ ഏറ്റെടുത്തു. സുമലത എന്നുള്ള വിളിയായിരിക്കും ചിത്രയെക്കാട്ടിയും കൂടുതൽ വിളിക്കുക. ആ പാട്ട് വെച്ച് ഓരോരോ ആൾക്കാരെല്ലാം പോയാൽ 1000 കണ്ണുമായി സോങ് എൻ്റെ പാടും വെറുതെ ഇരുന്ന് പാടും, അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. സുമലത ടീച്ചർ എന്നതിനെക്കാട്ടും ആ കെയറിങ് സുരേഷിന്റെ സുമലതയല്ലേ എന്നാ ചോദിക്കല്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഒരു വീഡിയോ ഇറങ്ങിയത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോ ആണ് ആദ്യം ഇറങ്ങിയത്. ശരിക്കും പ്രേക്ഷകർ ഞെട്ടി ഇത് കണ്ട്, അയ്യോ ഇത് ഇവര് സിനിമ കഴിഞ്ഞിട്ട് ഇവര് കല്യാണം കഴിച്ചു എന്ന്. എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ? വീട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി. എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛനൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് സമയത്തേക്കൊന്ന് ഞെട്ടി. എന്നിട്ട് അത് ശരിയായി. പിന്നെ എന്താണ് വീട്ടില് ഇത് കുഞ്ഞൊക്കെ മോനുണ്ട്, മോൻ കണ്ടിട്ട് എന്താ? അല്ല, മോന് ഇത് അറിയായിരുന്നു. അതിന്റെ ഡാൻസിന്റെ പ്രാക്ടീസിനൊക്കെ ഒരാഴ്ച മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാജേഷ് ചേട്ടന്റെയും എന്റെയും കോമൺ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ആ കള്ളനെ ഇന്നലെയും കൂടി കണ്ടു, ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ എന്നെ രാജേഷ് ചേട്ടനെ ചീത്ത പറയേണ്ടത് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു രാജേഷിനോട്, രാജേഷേട്ട ഇത് പറയട്ടെ, ഇത് തൽക്കാലം അങ്ങനെ രീതിയിൽ. അതേപോലെ ഒരു സംവിധായകന്റെ ഒരു സിനിമ, ആ സിനിമയിലെ 2 ക്യാരക്ടർ, പിന്നെ അവരെ വെച്ചുകൊണ്ട് മറ്റൊരു സിനിമ. എങ്ങനെയാണ് രതീഷ് ഈ ഒരു സിനിമ, ഈ ഒരു കഥയുമായി ചേട്ടനെ സമീപിച്ചപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഇങ്ങനെ ഒരു സ്പിൻ ഓഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ
രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയായിരുന്നു. പിന്നെ അത് ഇത്ര വലിയൊരു സിനിമയാവുന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് വലിയൊരു സിനിമയായി, ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും കുഞ്ഞു സിനിമ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ അത് വലിയൊരു സിനിമ, വലിയ ഒരുപാട് ആൾക്കാരുള്ള, ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള വലിയൊരു സിനിമയായിട്ട് മാറി ഇത്. നായിക കഥാപാത്രമായി എത്തുന്ന ആദ്യ സിനിമയാണ്. അത് ടെൻഷൻ കൂടുതലല്ലേ? ഇതിനു മുൻപ് എന്നാതാൻ കേസുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ മെയിനായിട്ട് വരുമ്പോൾ അത് എത്രത്തോളം ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്? ഇത് അറിഞ്ഞപ്പോൾ കിട്ടുണ്ണിയേട്ടൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. അത് പിന്നെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വം പോലെ തന്നെ ഉണ്ടായത്. കാരണം സുമലത ടീച്ചർ ആ ചെറിയ പോർഷൻ ചെയ്തു പോയ സമയത്ത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തു. അപ്പം അതിനെക്കാട്ടിലും റിസ്ക് ആയിരിക്കും അത് ചെയ്ത് ഫലിപ്പിക്കണമല്ലോ. ആൾക്കാരിൽ അതേ ഒരു അതിൽ കുറയാൻ പാടില്ലല്ലോ, അതേപോലെയെങ്കിലും കൊണ്ടുപോകണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അത് റിലീസായി ആൾക്കാർ കണ്ട് തീർക്കണം എന്നാലേ മനസ്സിന്ന് ആ ടെൻഷൻ പോവുള്ളൂ. അതോടൊപ്പം ഇങ്ങനെ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? 2 കാലഘട്ടം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 3 കാലഘട്ടം അല്ലേ? 3 ഇങ്ങനെ പോസ്റ്റർ പറഞ്ഞ കാലഘട്ടം, പിന്നെയും കാലഘട്ടങ്ങളുണ്ട്. 3 കാലഘട്ടത്തിലെ നിങ്ങളുടെ പ്രണയം, ഇത് പ്രണയം മാത്രമാണോ അതോ രതീഷിന്റെ സിനിമകൾ എപ്പോഴും ഒരു സറ്റയർ ഉണ്ടാകും, ഒരു ഈ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമായിരിക്കും? ഈ പ്രണയവും അങ്ങനെ തന്നെയാണോ? ഇതൊരു പ്രണയ കഥയാണ്, ഹൃദയഹാരിയായ പ്രണയകഥയാണ് ഈ സിനിമ. പക്ഷേ രതീഷേട്ടൻ സിനിമ പറയുമ്പോൾ അതിൻ്റെ പ്രിമൈസസിൽ കുറച്ച് സോഷ്യൽ സറ്റയറും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഉള്ള പിന്നെ ഒരു പിന്നെ രതീഷേട്ടൻ്റെ രചനാ കൗശലങ്ങൾ ഇതിലും ഉണ്ടാവും. ഈ ഒരു പേര് സെലക്ട് ചെയ്ത ആരായിരുന്നു? വലിയ പേരാ, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അതെ അതെ, അത്രയും നീണ്ട പേര് പോലെ തന്നെ സിനിമയുടെ പേര് പോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? പയ്യന്നൂര് തന്നെ, രതീഷേട്ടന്റെ സ്വന്തം നാട്ടിൽ തന്നെ. അവിടെയും പിന്നെ നീലേശ്വരം അല്ലേ, നീലേശ്വരം, രാമന്തളി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചിത്രയുടെ ഒരു സിനിമയിലേക്കുള്ള ഒരു വരവ്? എനിക്കൊന്ന് ഓഡിഷൻ കൂടിയാണ് സിനിമയിലേക്ക് വന്നത്. ആദ്യമായി എത്തിയ കഥാപാത്രം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു, പിന്നീടുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേണിയെ കുറിച്ചൊന്ന് പറയാമോ? എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഓഡീഷൻ ത്രൂ തന്നെയാണ് വന്നത്. ഞാൻ ഫസ്റ്റ് ഓഡീഷൻ ഈ സിനിമയിൽ എന്നാത്താൻ കേസ് കൊണ്ട് ഓഡീഷൻ ചെയ്തത് എൻ്റെ സുരേഷ് ഏട്ടനായിരുന്നു. അന്നേ തുടങ്ങിയ കെയറിങ് അല്ലേ? തലേന്നൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഓഡീഷൻ ത്രൂ തന്നെയാണ് വന്നത്. ഇപ്പോൾ കുറേ ഈ ഇത് പറഞ്ഞ് നമുക്ക് മടുത്തു. പക്ഷെ മടുക്കല്ല, ഇത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു മലയോര പ്രദേശത്താണ് ഞാൻ, എൻ്റെ സ്ഥലം കുന്നുങ്കൈ എന്ന് പറഞ്ഞാൽ നീലേശ്വരം. അപ്പം സിനിമ കാണാൻ ഒരു ഷൂട്ടിംഗ് പോലും കാണാൻ പറ്റുമോ എന്നും അറിയുന്നുണ്ടായില്ല. അങ്ങനെ നാട്ടിൽ ഓഡീഷനൊക്കെ വന്ന സമയത്ത് ഓഡീഷൻ കുറേ അറ്റൻഡ് ചെയ്ത് കുറേ എന്താ പറയണ്ടേ ജെന്യൂൻ അല്ലാത്ത ഓഡീഷനെല്ലാം പോയി, പിന്നെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് എല്ലാം പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു നല്ല പരിപാടിയിലേക്ക് സെലക്ട് ആയത്. അപ്പോൾ അതിൻ്റെ ഭാഗ്യം. എങ്ങനെയായിരുന്നു രാജേഷ് ഏട്ടനെ ചിത്രയിൽ കണ്ടപ്പോൾ ഈ സിനിമയുടെ ഈ ഒരു കഥാപാത്രത്തിന് സുമലതയ്ക്ക് ആപ്റ്റാണെന്ന് തോന്നിയ ഘടകം എന്തായിരിക്കും? ഞങ്ങൾ ഓഡിഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്താണ്, ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിത്രനെ കാണുന്നത് ആദ്യം. അപ്പോൾ ഒരു പിന്നെ അംഗനവാടി ടീച്ചറുടെ ക്യാരക്ടറിലേക്കുള്ള ഓഡിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിത്രയുടെ സംസാര ശൈലിയും പിന്നെ പാട്ട് പാടിയിരുന്നു ചിത്ര, അതൊക്കെയാണ് ശ്രദ്ധിക്കാൻ കാരണം. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിലേക്ക്. ആദ്യം നമ്മൾ ഒരു 3-4 ഓപ്ഷൻസ് വെച്ചിട്ടായിരുന്നു ഇതിലേക്ക് പോയത്. പക്ഷേ 2ാം റൗണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചിത്ര ആണ് അത് എന്ന് തീരുമാനിച്ചു. ഈ സംസാര ശൈലിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. പിന്നെ അത് ചിത്ര നന്നായിട്ട് പ്ലേ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രീ ഷൂട്ടിൽ നന്നായിട്ട് അഭിനയിച്ചു. അവൾ അതിനേക്കാളും നന്നായിട്ട് സിനിമയിൽ ചെയ്തു. അങ്ങനെ സിനിമയിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടാവാൻ കാരണം. അതെ. ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള, നാടകത്തിൽ നിന്നും സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? നാടകത്തിൽ നിന്നും നാടകം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാടകം പിന്നെ എഴുത്ത്, അങ്ങനെ ക്യാമ്പുകൾ അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിരുന്നു. അധികം അതിൽ ഫുൾ ടൈമായിട്ട് അങ്ങനെ നിൽക്കാനും പറ്റിയിരുന്നില്ല. പിന്നെ PG ചെയ്തു, ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ ജോലിയും എന്നാൽ കഴിയുന്ന കുറച്ച് ജോലികളൊക്കെ ചെയ്തു നോക്കി.
ഒന്നും സെറ്റാവുന്നില്ല, നമ്മളെ ഇവിടുന്നൊക്കെ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്നൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഒരു സമയം മുതൽ പിന്നെ പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടി ശ്രമം തുടങ്ങി. കൊച്ചി വന്ന് താമസിച്ച് മറ്റേ സ്ഥിരം കഷ്ടപ്പാടും പരിവട്ടവും അങ്ങനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്യാമേട്ടനെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു, ശ്യാം പുഷ്കരൻ. അങ്ങനെ ദിലീഷ് പോത്തനെയൊക്കെ പരിചയം, ആ വഴിക്ക് ദിലീഷ് പോത്തനെയും എല്ലാവരെയും പരിചയപ്പെട്ടു. ആക്ച്വലി ഉണ്ണിമായാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഉണ്ണിമായയുടെ ഹസ്ബൻഡ് ആയിരുന്നുകൊണ്ട് ശ്യാമേട്ടനെ പരിചയപ്പെട്ടു. പിന്നെ പോത്തനെ അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്നൊരു വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചർച്ചയിൽ ഇവനെ അഭിനയിപ്പിക്കാമല്ലോ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയി. അതുവരെ ശ്രമമൊക്കെ നടത്തിക്കൊണ്ടായിരുന്നത് എഴുതിയിട്ടും മറ്റേ കഥ പറയാൻ പോയിട്ടും അങ്ങനെയൊക്കെയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പരിപാടി വന്നത്, അഭിനയിക്കാനൊരു ചാൻസ്. അത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ രണ്ടാമത്തെ പോത്തണ്ണൻ്റെ രണ്ടാമത്തെ സിനിമയിലേക്കാകുമ്പോൾ എന്നെ പിന്നെ വർക്ക് ചെയ്യാൻ വിളിച്ചു. അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ വഴികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തുറക്കും. അങ്ങനെ അങ്ങ് പോയി. ഈ ആദ്യം ചെയ്ത കഥാപാത്രം അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു റോൾ എന്ന രീതിയിലായിരിക്കും തന്നത്. പക്ഷെ ഇത്രയും പ്രേക്ഷകർ ആ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുത്തപ്പോൾ അത് കഴിഞ്ഞ് ആ സിനിമ ഇറങ്ങിയപ്പോൾ ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ സമയത്തുള്ളൊരു ഫീലിംഗ്? ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചിരിച്ചു തുടങ്ങും. അപ്പം നമ്മൾ എങ്ങനെയാണ് മുഖം പിടിക്കേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ആൾക്കാർ കണ്ട ഉടനെ ചിരിക്കുകയായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ജനഗണമന എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അത് കുറച്ചു നേരമൊക്കെ നമ്മളും ചിരിച്ചു നിൽക്കും. പിന്നെ ഇവർ ചിരി നിർത്താതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനും ഓഡീഷന് പോയപ്പോ ഞാനും അത് കണ്ടാ ചിരിച്ചത്. ഫസ്റ്റ് ഓഡീഷന് പോയ സമയത്ത് രാജേഷ് ചേട്ടനാന്ന് ഓഡീഷൻ ചെയ്യുന്നതിൽ യാതൊരു പ്രതീക്ഷയിലും അല്ല കയറി ഭയങ്കര പേടിയോടെ പോയത്. കുറെ ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ പേടിച്ചുള്ളിൽ കയറുമ്പോഴത്തേക്ക് രാജേഷ് ചേട്ടനെ കണ്ട് ഞാൻ അപ്പൊ ആ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ചിരി എന്നെ കടിച്ചു പിടിച്ച് നിന്ന് ഓഡീഷൻ സെലക്ട് ആയിട്ടില്ലെങ്കിലും ഈ ക്യാരക്ടറിനെ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞാനൊന്ന് ഇറങ്ങി പോയത്. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാണാൻ പറ്റിയത്. എങ്ങനെയാണ് പിന്നെ രാജേഷ് ഏട്ടനുമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു രാജേഷ് ഏട്ടനുമായിട്ടുള്ളത്? ആ ഓഡീഷനിൽ തന്നെ രാജേഷ് ഏട്ടൻ നമ്മളെ ഒരു പേടിയില്ലാത്ത തരത്തിൽ നമ്മളെ കംഫർട്ടായിട്ടിരുന്ന് ചെയ്യിക്കാനുള്ള രീതിയിലാണ് നമ്മളോട് എന്താ പറയാ പെരുമാറുന്നത്. അങ്ങനെയല്ല അതേന്ന് തന്നെ അല്ല അങ്ങനെ. പിന്നെ അത് പിന്നെ ഞാൻ അറിഞ്ഞ രാജേഷ് ഏട്ടൻ കാസർഗോഡുകാരനാണെന്നില്ല കാര്യം. പിന്നെ പേടി പോയിന്നല്ല. പിന്നെ ഷൂട്ടിന് ഫസ്റ്റ് വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കെയറിങ് ആയിരുന്നു. കെയറിങ് ആണ് മെയിൻ. ഞാനതിൽ കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പോൾ എൻ്റെ ആക്ടേഴ്സൊക്കെ എങ്ങനെ പിന്നെ പെർഫോം ചെയ്യുന്നു അവരുടെ കംഫർട്ടും കൂടി നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചിത്രക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ ഈ പിന്നെ ഇപ്പോൾ പാക്കപ്പ് പറയും എന്ന് തോന്നിക്കുന്ന പോലത്തെ ടെൻഷനാണ് സീനിലേക്ക് കയറുന്നതിന് മുമ്പ്. ഇപ്പം നിർത്തി പോകാൻ സിനിമ നടക്കൂല എന്നുള്ള രീതിയിലാണ് സിനിമക്ക് അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇതിന്റെ ലാസ്റ്റ് ദിവസം പോലും അതെ, ലാസ്റ്റ് സീനിന്റെ സമയത്ത് പോലും അതെ, ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര പേടിയാന്ന് എന്റെ മെയിൻ. ടെൻഷനാണ് എന്റെ മെയിൻ. ഇതില് ഈ കോസ്റ്റ്യൂം ഭയങ്കര രസകരമാണ്. അത് ആ കാലഘട്ടം കാണിക്കുമ്പോൾ എല്ലാം അതേ ആ പഴയ കാലഘട്ടം നമ്മൾ ഈ പോസ്റ്ററിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ രണ്ട് കാലഘട്ടത്തിലെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഒക്കെ ആരായിരുന്നു ഡിസൈൻ? കോസ്റ്റ്യൂം പിന്നെ സുജിത്ത്, പിന്നെ ഇതിൻ്റെ ഒരു പോർഷൻ ലിജി പ്രേമൻ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ കോസ്റ്റ്യൂംസ് ഇങ്ങനെ തന്നെ വേണമെന്നുള്ളത്. ഞങ്ങൾ സുരേഷനും സുമലതയും കുറച്ച് ഫാഷൻ്റെ ആൾക്കാരാണ്. അത് അന്നത്തെ കേസുകളിൽ അങ്ങനെ പുരോഗമന ചിന്താഗതി, ഫാഷൻ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ എന്തായാലും സുരേഷനും സുമലതയും അന്നേ കുറച്ച് രസമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ എന്തായാലും നമ്മൾ തന്നെയാണല്ലോ ഇതിൽ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ്യൂമുകൾ പലതും ഇങ്ങനെ ട്രൈ ചെയ്ത് ചർച്ച ചെയ്ത് ഓരോരോ ഐറ്റങ്ങൾ ഓരോരോ ഡ്രസ്സിനും ഉണ്ട്. അത് കുറച്ചെണ്ണയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഇനിയുണ്ട് അങ്ങനത്തെ. സിനിമ വരുമ്പോൾ പ്രേക്ഷകർ അത് തിയേറ്ററിൽ പോയി തന്നെ കാണട്ടെ. അതോടൊപ്പം തന്നെ രാജേഷ് ഏട്ടൻ്റെ ഈ പ്രണയം കഴിഞ്ഞിട്ട് അടുത്തത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമ, അത് ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമ, അതിനെപ്പറ്റി വെളിപ്പെടുത്താറായോ? വെളിപ്പെടുത്താറൊക്കെ ആയി. പെണ്ണും പൊറാട്ട് എന്നാണ് പേര്. കൊല്ലങ്കോട് പാലക്കാട് പരിസരത്തെ ഒരുപാട് പുതുമുഖങ്ങളാണ്, 100ഓളം ആൾക്കാരാണ്. പിന്നെ ഒരുപാട് മൃഗങ്ങളും
വളർത്തുമൃഗങ്ങളും ആണ് അതിൽ അഭിനയിക്കുന്നത്. ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. ഹ്യൂമറാണ്. ചെറിയൊരു ഫൺ കഥയും ഒരു പട്ടിയുടെ സർവൈവലിൻ്റെ കഥയും ഒക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ അഭിനയിക്കുന്ന പോലെ അല്ല, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടെൻഷൻ തരുന്ന സംഭവമാണല്ലോ. തീർച്ചയായിട്ടും ഡയറക്ഷൻ തീരെ എളുപ്പമല്ല, പക്ഷെ എന്ത് ചെയ്യാൻ, ചെയ്തല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു സിനിമയായിരിക്കും ഇത്. സുരേഷിനെയും സുമലതേനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് നേരം കൂടി കണ്ടിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഒരു ഫൺ ജേണിയാണ്. പിന്നെ ചാക്കോച്ചനുണ്ട്, പ്രിയപ്പെട്ട ചാക്കോച്ചൻ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷ് ചേട്ടൻ്റെയൊക്കെ നല്ല ഗംഭീര പെർഫോമൻസ് കാണാൻ ഞങ്ങളും അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. എന്നാൽ തങ്കേസോടിൽ സുരേഷനും സുമലതനെ ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെടാൻ പാകത്തിനുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വേറെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് പറയില്ല. അതുപോലെ പിന്നെ ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഫൺ എൻ്റർടൈനർ ആയിരിക്കും എന്തായാലും തീർച്ചയായിട്ടും സിനിമ. ഒരിക്കലും രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം ഇതിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ അതെല്ലാവരും തിയേറ്ററിൽ പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല ആർട്ടിനും നല്ല രീതിയിൽ പ്രാധാന്യമുള്ള ഒരു മൂവി തന്നെയാണ് ഇത്. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. വീണ്ടും സുരേഷ് ഏട്ടനെയും സുമലതയും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു. ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി താരങ്ങളാണ് ചേർന്നത്. അവർക്കൊപ്പം നവമി ദിനേശും. 10ാമത് കൊച്ചി അന്താരാഷ്ട്ര മാമ്പഴ ഫെസ്റ്റിവൽ മറൈൻ ഡ്രൈവിൽ തുടരുകയാണ്. 100-ലധികം ഇനത്തിലുള്ള മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. നാടെങ്ങും മാമ്പഴക്കാലമാണ്. അതോടൊപ്പം കൊച്ചി മറൈൻ ഡ്രൈവിലും മാമ്പഴക്കാലം ഒരുങ്ങിയിരിക്കുകയാണ്. നാട്ടിൽ നാട്ടുമാമ്പഴങ്ങളുടെ സമൃദ്ധിയാണെങ്കിൽ ഇവിടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിവിധ ഇനങ്ങളിലെ മാമ്പഴങ്ങൾ അണിനിരത്തിയിരിക്കുകയാണ്. ഗ്രീൻ എർത്ത് ഫാമിന്റെ നേതൃത്വത്തിലാണ് മാമ്പഴ ഫെസ്റ്റിവൽ. ഇത് 10ാമത്തെ മാംഗോ ഫെസ്റ്റിവലാണ്. 100-ൽ പരം വെറൈറ്റീസ് മാമ്പഴങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പറഞ്ഞ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വേണം പറയാം. അങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ, പഞ്ചാബിന്റെ ഉണ്ട്, രാജസ്ഥാനുണ്ട്, ഡൽഹിയുണ്ട്, അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴം എത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള നൌറാസ് എന്ന ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് ഏറ്റവും വിലയേറിയ ഇനം. 1300 രൂപയാണ് 1 കിലോയുടെ വില. ഇതിനു പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഇനങ്ങളും നാട്ടുമാങ്ങകളും ഫെസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അൽഫോൻസ, പിയു, നീലം, മൽഗോവ, മൂവാണ്ടൻ തുടങ്ങിയവ നമുക്ക് പരിചിതമായ പേരുകളാണ്. എന്നാൽ മയിൽപീലി, കിളിമൂക്കൻ, ഹിമപസന്ത്, ലാൽബാദ് ഷാ കാശ്മീർ തുടങ്ങിയ വേറിട്ട പേരുകളിലും രുചിയിലുമുള്ളവയും മേളയിൽ അണിനിരത്തിയിട്ടുണ്ട്. ചന്ദ്രകാരക്, ഉറുമി, ലാൽബാഗ് പഞ്ചാബ്, രത്നഗിരി തുടങ്ങിയ നിരവധി മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരം സന്ദർശകരെ അത്ഭുതപ്പെടുത്തും. കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച മാമ്പഴങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഗ്രീൻ എർത്ത് ഫാമിന് സ്വന്തമായിട്ട് കുറെ തോട്ടങ്ങളുണ്ട്. ആ തോട്ടത്തിൽ നിന്നുള്ളതുകൊണ്ട് അതല്ല പുറത്തുനിന്നുള്ളതുണ്ട്. ഇത് കംപ്ലീറ്റ് ഓർഗാനിക് തന്നെയാണ്. നമ്മളെ തന്നെ തോട്ടങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ ജോലിക്കാര് ഇത് ചെയ്ത് കൊണ്ടുവരുന്ന ഓർഗാനിക് ആയിട്ടുള്ള മാമ്പഴമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിവിധ മാമ്പഴങ്ങളുടെ ജ്യൂസുകളും മാമ്പഴ പായസവും ഫെസ്റ്റിന് മാറ്റുകൂട്ടുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന കലാസന്ധ്യകളും അരങ്ങേറുന്നുണ്ട്. 19-നാണ് മാമ്പഴ ഫെസ്റ്റിന്റെ സമാപനം. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കരമനയിൽ 23 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഇന്നലെയാണ് കരമന സ്വദേശി അഖിലിനെ കാറിലെത്തിയ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കമ്പി കൊണ്ട് തലക്കടിച്ച ശേഷം മരണം ഉറപ്പിക്കാൻ ദേഹത്ത് വലിയ കല്ലെടുത്തിടുകയായിരുന്നു. വെമ്പായത്ത് മീൻ കച്ചവടം നടത്തിവരികയായിരുന്നു അഖിൽ.
വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഞെട്ടിപ്പിക്കുന്ന വാർത്ത, അതിലേറെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഈ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? എന്താണ് ഈ കൊലപാതകത്തിന് കാരണം? അതിനിഷ്ഠൂരമായാണ് ഈ കരമനയിലെ കൊലപാതകം നടത്തിയതെന്ന് വെളിവാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്ര ക്രൂരമായാണ് പ്രതികൾ ഈ കൊലപാതകം നടത്തിയതെന്ന്. 23-കാരൻ അഖിലിനെ കമ്പി കൊണ്ട് തലയ്ക്കടിക്കുകയാണ്. പരിസരത്തൊരു CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കമ്പി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം ബോധരഹിതനായി നിലത്ത് വീഴുമ്പോൾ തുടർച്ചയായി വലിയ കല്ല് ശരീരത്തിൽ ഇടുകയാണ്. അത് ഒരു തവണയല്ല, പല തവണയായി ഈ കല്ല് ശരീരത്തിലേക്ക് ഇടുന്നുണ്ട്. 3 പേര് ചേർന്നാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. ഈ കല്ല് ഇടുന്നതിനൊപ്പം തന്നെ തലയിൽ വീണ്ടും ആവർത്തിച്ച് അടിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചെറിയ ഒരു ചലനം മാത്രമാണ് ഈ യുവാവിനുള്ളത്. 23-കാരനാണ്. ബാറിലുണ്ടായ ഒരു തർക്കമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അഖിലിനെ കൊന്ന കൊലയാളി സംഘത്തിലെ അനന്തുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കൊലപാതകവും മുൻപ് നടന്നിട്ടുണ്ട്. കൊലപാതക കേസിലെ പ്രതിയുടെ നേതൃത്വത്തിലാണ് ഈ കൊലപാതകവും നടന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒരാഴ്ച മുൻപ് പ്രദേശത്ത് ബാറിൽ നടന്ന ഒരു തർക്കം, ആ തർക്കത്തിന്റെ തുടർച്ചയായാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതെന്ന് പറയുന്നു. അഖില് മത്സ്യ വിൽപ്പനക്കാരനായിരുന്നു. വെമ്പായം കേന്ദ്രീകരിച്ച് മത്സ്യ വിൽപ്പന നടത്തുകയായിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാറിലെത്തിയ 3-അംഗ സംഘം അഖിലിനെ അതിക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ തന്നെ എത്ര നിഷ്ഠൂരമായി ഈ കൊലപാതകം നടത്തി എന്ന് വെളിവാക്കുന്ന ദൃശ്യമാണ്. കമ്പി വടി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം പല തവണ വലിയ കല്ല് ഈ യുവാവിന്റെ ദേഹത്തേക്ക് ഇടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിസ്സാരമായ ഒരു തർക്കത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. തിരുവനന്തപുരം കരമനയിലാണ് 23 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഈ കൊലപാതകം നടന്നത്. ബാറിൽ നടന്ന ഒരു തർക്കത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ അതിനിഷ്ഠൂരമായി ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. ഇന്റർനെറ്റ്